അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ കട്ടേരി പാർക്ക് കണ്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോവാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മളെ റിസോർട്ടാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് മാറി തുടങ്ങിയിട്ടുണ്ട്. ടീ പ്ലാന്റേഷൻ അവർ ഇഷ്ടമാതിരി സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഈ ഭാഗത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴേ ഒരു പ്രത്യേക രസമാണ്. ഇവിടുത്തെ മരങ്ങളെ ഇത് പൈൻ മരങ്ങളാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ലുക്സ് ലൈക്ക് പൈൻ ട്രീ ബട്ട് നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഒരു പ്രത്യേക രസമാണ് ഇതിൽ കൂടെ. വലിയ തടിയിലെ മരങ്ങൾ അതെല്ലാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പാർക്കിംഗ് ആണ്. പാർക്കിംഗ് അവിടെ കാണാനുണ്ട്. നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം. ചേട്ടൻ പറഞ്ഞു, ചേട്ടനോട് ചോദിച്ചു നോക്കാം. പാർക്കിങ് ഓക്കെ, താങ്ക് യു. ലാവിഷായി പാർക്കിംഗ് ഏരിയ ഉണ്ട്. സോ നത്തിങ് ടു വെറി അബൌട്ട്. മരത്തിൻ്റെ അടിയിൽ നിർത്തുന്നു. മരത്തിൻ്റെ അടിയിൽ നിർത്താം അല്ലേ? ഓ, മരത്തിൻ്റെ ഓൾറെഡി വേറെ വണ്ടികൾ പാർക്ക് ഇടാം. അപ്പോൾ നമുക്ക് മരം വേണ്ട, നമുക്ക് വെയിലത്ത് നിർത്താം. അപ്പോൾ ഇവിടുത്തെ വെയിലൊന്നും അത്ര വലിയ പ്രശ്നമല്ല. നമുക്ക് ഇവിടെ നിർത്താം. ആരെങ്കിലും എപ്പോഴും മാറ്റാൻ പറയുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ഏരിയ വണ്ടി പാർക്ക് ചെയ്യലാണ്. ഒരു 10 വണ്ടികൾക്ക് ഇവർ പാർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. നല്ലൊരു കൂളിംഗ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് റിസപ്ഷനിലെ ഏരിയയിലും കാര്യങ്ങളും പോയിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള റൂമിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ റിസോർട്ടിലേക്ക് എത്തി. ചെറിയൊരു റിസോർട്ടാണ്. കൂടുതൽ റൂംസൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ ചെറിയൊരു മരത്തിൻ്റെ അടിയിൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ചെറിയൊരു ഊഞ്ഞാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ ചാടി കളിക്കുന്നു. പണ്ടത്തെ ഒരു ഹെറിറ്റേജ് സംഭവമാണത്. അപ്പോൾ നമുക്ക് നമ്മുടെ റൂം നമ്പർ കിട്ടിയിരിക്കുന്നത് 1103 ആണ്. ഉണ്ട്. ഇവിടെയും ഇങ്ങനെ ഒരു റൂമുണ്ട്. ദാറ്റ്സ് ലോക്ക്. അവിടെയുണ്ട്. ഈ സെക്ഷനിൽ 4 റൂം മാത്രമേ ഉള്ളൂ. 1101, 1102, 03 and 04 ആയിരിക്കും അത്. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് ദ റൂം. നമ്മൾ പണ്ട് കാലത്തെ ഒരു സംഭവം മാറിയാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ വിട്ടിട്ട് കാണാം, നോ പ്രോബ്ലം. പണ്ടത്തെ നമ്മുടെ ആസ്പെറ്റോസ് ഷീറ്റ് കൊണ്ടുള്ള കലപരിപാടികളാണ്. നമ്മൾ ടി വി കാര്യങ്ങൾ ആസ് യൂഷ്വൽ. ഇത് പണ്ടത്തെ ഒരു നമ്മൾ ഫയർ കത്തിക്കുന്നില്ലേ, ലൈറ്റ് ഇങ്ങനെയാണ് കത്താം. പണ്ടത്തെ സ്വിച്ചോളാം. ഓക്കെ, ഇത് ഇവിടെ സുഖമായിട്ട് നമുക്ക് കിടക്കാം. ഇവിടെ ഒരു എക്സ്ട്രാ ബെഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ദിസ് ഈസ് എൻ ഓക്സിജൻ ക്ലബിൻ്റെ പ്രോപ്പർട്ടിയാണത്. അയ്യോ, ഇതെന്തായിരുന്നു? ബെല്ലായിരുന്നു. ഹായ് സി, ഞാൻ അതിന് ബെല്ലമർത്തി. മൈ മിസ്റ്റേക്ക്. ഓക്കെ, ഇത് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയയാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജ് ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഈ സൈസിൽ സംഭവം ഫ്രിഡ്ജുണ്ട്. ഡ്രസ്സിങ് ഏരിയയാണ്. വാർഡ്രോബ്. ഓക്കെ, 2 ആങ്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, തടിയുടെ ഡോർ കൊണ്ടാണ് ബാത്റൂമിൻ്റെ ഡോറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. Quite a big bathroom, neat and clean. Everything is good. വലിയ ഷവറൊക്കെ ഉണ്ട്. പിന്നെ 24 hours ഹോട്ട് വാട്ടർ ഉണ്ട്. ഗീസറാണ്. ഓക്കെ, സോ നമുക്ക് ചൂടുവെള്ളത്തിനെ കുറിച്ച് പേടിക്കാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ റൂമിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ കാര്യങ്ങളൊന്നും ഇല്ല. വേണ്ട, സ്വിമ്മിംഗ് പൂൾ വേണ്ട. ഈ തണുപ്പത്ത് ആരൊരു സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ മുകളിൽ ഓൾറെഡി
അവിടെ പോയി നോക്കിയിരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ടേബിളിൻ്റെ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സംഭവം നമുക്ക് ഊട്ടിന്ന് പറയുമ്പോൾ നല്ല രസമാണെങ്കിലും നമുക്കിത് നമ്മളവിടെ എത്തിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹൈ റേഞ്ച് അല്ലേ, അതാ പ്രശ്നം. ഹൈ റേഞ്ചായി കാരണം കൊണ്ടാണ് പ്രശ്നം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ സൈഡിൽ ക്യാരറ്റും ആസ് വെൽ ആസ് ഗാർലിക്കിൻ്റെ കൃഷിയാണ് കാണുന്നത് കേട്ടോ. ഇതും റൂംസാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ റൂമിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ എന്തൊക്കെയാണ് നമുക്ക് ഊട്ടിയിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നത് അത് സമയത്ത് ഡിഫറെൻറ്റ് വീഡിയോസായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. സംഭവം സ്മോൾ ആൻഡ് ഗുഡ്. ഓക്കെ, ഇവിടെ ഒരു നമുക്ക് ഫയറിൻ്റെ ഒരു ഇതുണ്ട്, ക്യാമ്പ് ഫയർ അപ്പ് ഇടാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. ഒബ്വിയസ്ലി എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ടായിരിക്കും. ഈ ഭാഗത്ത് എന്തായാലും ഇവിടെയും ഇങ്ങനെ ഇതുപോലത്തെ 3 ഗ്ലാസിൻ്റെ സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഫ്രണ്ട്സ്, ചെറിയൊരു ചേഞ്ച് ഓഫ് പ്ലാൻ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ കാണുന്ന ബിൽഡിംഗ് 120 years ഓൾഡ് ബിൽഡിംഗ് ആണ്. ബ്രിട്ടീഷുകാരുടെ ടൈമിലത്തെ ബിൽഡിംഗ് ആണ്. പണ്ടത്തെ നമ്മൾ ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവരുടെ ഗസ്റ്റ് ഹൗസാണ്. അതാണ് ബോബി ചെമ്മണ്ണൂർ അത് മേടിച്ച് നമ്മൾ റിസോർട്ടാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ആ സംഭവം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, എല്ലാം വളരെ ഭംഗിയുള്ള റിസോർട്ടാണെങ്കിലും എനിക്ക് കുറച്ച് കഴിഞ്ഞ് രസമായത് ഇതാണ്. അപ്പോൾ ഇവരോട് സംസാരിച്ചിട്ട് ഞങ്ങൾ ഈ പ്രോപ്പർട്ടി ഓപ്റ്റ് ചെയ്തേക്കാണ്. ഇത് കുറച്ച് ഇനിയും മോഡേൺ ഫെസിലിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് ഇനി പുതിയ ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. കുറച്ച് കഴിഞ്ഞ് ലക്ഷറിയസ് ബെഡ് നമുക്കറിയാം, എന്താ പറയുക, എക്സ്ട്രാ ബെഡ് അവർ അറേഞ്ച് ചെയ്ത് തരും. വലിയ വാർഡ്രോബ്, ഹീറ്റർ, ഹീറ്റർ, ഇവിടെ ഫ്രിഡ്ജില്ല. ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവുമോ അറിയില്ല. ഇല്ല, ഫ്രിഡ്ജൊന്നും ഉണ്ടാവില്ല. ഫാൻ കൊടുത്തുണ്ട് ജസ്റ്റ് ഇൻ കേസ് ചൂടുകാലത്ത്. ഇത് കുറച്ച് കഴിഞ്ഞും നമ്മളെ ലേറ്റസ്റ്റ് ടൈപ്പ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. ചൂടുകാലത്തിനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ധാരാളമായി. ഇപ്പോൾ എക്സ്ട്രാ ബെഡ് അറേഞ്ച് ചെയ്ത് തരും. ആ റൂമിനേക്കാളും കുറച്ച് കഴിഞ്ഞ് സൈസ് ഈ റൂം. പിന്നെ നിങ്ങൾക്ക് ആവശ്യം വരാൻ പൈസ കൊടുത്തിട്ട് ക്യാമ്പ് ഫയർ നടത്തണമെങ്കിൽ ക്യാമ്പ് ഫയർ നടത്താം. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1 2 3 4 5 ഗ്ലാസ് റൂംസ് ഉണ്ട് നമുക്ക് ഇവിടെ. അപ്പോൾ കുഴപ്പമില്ല, ഇതൊക്കെ ധാരാളമാണ് നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതും കൂടി അതിൽ ആഡ് ചെയ്തു കേട്ടോ. ഫ്രണ്ട്സ്, വീണ്ടും ഒരു ചേഞ്ച് ഓഫ് പ്ലാൻ ഉണ്ടായി. ഇതായിരുന്നല്ലോ നമ്മളെടുത്ത റൂം. ഇത് നമുക്ക് എക്സ്ട്രാ ബെഡ് ഇടാൻ സ്ഥല സൗകര്യം കുറവായി തോന്നി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മാനേജറായി സംസാരിച്ചു. നമ്മൾ തൃശ്ശൂർത്തെ മാനേജറായി സംസാരിച്ചു. കാര്യങ്ങളെല്ലാം സംസാരിച്ചപ്പോൾ അവർ നമുക്ക് കുറച്ച് ഇനിയും ഗംഭീര റൂം തന്നിരിക്കുന്നു. നോക്കി ഗംഭീര റൂം കണ്ടില്ലേ. ഇനി സുഖമായിട്ട് നമുക്ക് കിടക്കാൻ പറ്റും. 2 ഡബിൾ കോട്ട്. അതുകൂടാതെ റൂം ഈസ് വെരി ബിഗ്. അയ്യോ ഇപ്പോൾ ഇങ്ങനെയായിരുന്നു. ബാത്റൂമെല്ലാം ഞാൻ കാണിച്ചു തരുന്ന ആവശ്യമില്ല. ബാത്റൂം അതുപോലത്തെ ഒരു ബാത്റൂം തന്നെയാണ് നമ്മൾ മുന്നേ കാണിച്ച റൂമിൻ്റെ ടൈപ്പ് ബാത്റൂം തന്നെ. ഇവിടെ ഹീറ്റർ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് തന്നെ ഒരു റിസോർട്ടിൽ പോയിട്ട് ഹീറ്റർ കാണുന്നത്. ഹീറ്റർ ഉണ്ട്, കുഴപ്പമില്ല. ഇത് ഹാപ്പിയായി. മറ്റേത് എക്സ്ട്രാ ബെഡിൽ മുകളിൽ താഴെ ഇതിൽ കിടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ സുഖമില്ല. ഇതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കട്ടിൽമേൽ കിടക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൽ 2-3 തിരുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ പ്ലീസ് അഡ്ജസ്റ്റ് വിത്ത് ദാറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മക്കൾക്ക് വളരെ ഹാപ്പിയാണ്. കണ്ടില്ലേ, നോക്കട്ടെ നമുക്ക് രാത്രി ക്യാമ്പ് ഫയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. വളരെ കൂടുതൽ ചാർജ് ആണെങ്കിൽ ചിലപ്പോൾ ചെയ്യില്ല. നല്ല റിസൾട്ട്. എത്ര വെയിൽ നമുക്ക് അടിച്ചാലും ചൂട് ഫീൽ ചെയ്യുന്നില്ല. ഇത് ഈ റൂമിൻ്റെ സെയിം സ്റ്റൈൽ തന്നെയാണ് ഈ റൂമും കേട്ടോ. 2 റൂം 1204 ആൻഡ് 1203 2 സെയിം ടൈപ്പ് തന്നെ. അപ്പോൾ അഗെയിൻ ഓക്കെ, ബൈ.